നോഹയുടെ കാലത്തെ മഹാപ്രളയത്തിന് ശേഷം മനുഷ്യരാശിയുടെ വികാസത്തിനും നിലനിൽപ്പിനും വേണ്ടി ദൈവം നോഹയ്ക്ക് അനുഗ്രഹങ്ങളും ക്രമങ്ങളും പ്രമാണങ്ങളും ഒക്കെ നൽകി. അവ എന്തൊക്കെയാണെന്നറിയാമോ? ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെയും നന്ദിയുടെയും പ്രതിഫലനമാണ് ഒരു ദൈവഭക്തൻ്റെ ആരാധനയിൽ പ്രതിഫലിക്കേണ്ടത്. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നുവെന്ന് ക്രിസ്തുയേശു തൻ്റെ ഉപമയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ന്യായവിധിയിൽ നിന്ന് തെറ്റിയൊഴിഞ്ഞ ജനത്തിൻ്റെ ആരാധനയുടെ സൗരഭ്യം ദൈവത്തിൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന കാഴ്ചയാകുന്നു നാം കാണുവാൻ പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 9-ാം അധ്യായത്തിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ. തെറ്റായ വഴികളെ ഉപേക്ഷിക്കുവാൻ ദൈവം മനുഷ്യനോട് സദാ സംസാരിക്കുന്നുണ്ട്. എന്നാൽ കേൾക്കുവാൻ മനുഷ്യന് മനസ്സില്ല. അതിൻ്റെ പരിണിത ഫലം എന്തെന്ന് വെളിവാക്കുന്നതാണ് നോഹയുടെ കാലത്തെ ജലപ്രളയം. എത്ര നാൾ നോഹ അവരോട് പ്രസംഗിച്ചു, എന്നാൽ ആരും കേട്ടില്ലെങ്കിലും സകലവിധ പരിമിതികളുടെയും മധ്യത്തിൽ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായാൽ അത് വലിയ അനുഗ്രഹമാകും. ഇത് നോഹയുടെയും കുടുംബത്തിൻ്റെയും രക്ഷപ്പെടലിൽ നിന്ന് നാം മനസ്സിലാക്കുന്ന സത്യമാണ്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇപ്രകാരമാണ്. 8:13 601 സംവത്സരം 1-ാം മാസം 1-ാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു. നോഹ പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു. ഇത് നമ്മെ ജലപ്രളയത്തിൻ്റെ 261-ാം ദിവസത്തിലാണ് കൊണ്ടെത്തിക്കുന്നത്. ജലപ്രളയത്തിൻ്റെ മൊത്തം കാലം 371 ദിവസങ്ങളായിരുന്നു. ഒരു വർഷത്തിൽ ഒരല്പം കൂടുതൽ. അത് ദൈവവചനത്തിലെ പ്രസ്താവനയെ സ്ഥിരീകരിക്കുന്നതുമാണ്. അതായത് ജലപ്രളയം ഭൂമിയിൽ എങ്ങും ഉണ്ടായിരുന്നെന്നും അത് ഒരു പ്രാദേശിക വെള്ളപ്പൊക്കമായിരുന്നില്ല എന്നുമാണ് ഇത് നമ്മെ കാണിക്കുന്നത്. ജലപ്രളയത്തെ സംബന്ധിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തുന്ന പല കണ്ടെത്തലുകളുമുണ്ട്. ഡോക്ടർ ജെ ഷെല്ലി എന്ന ഗവേഷകൻ്റെ അഭിപ്രായം ജലപ്രളയം ഭൂമി മുഴുവൻ ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇതിൻ്റെ ഏറ്റവും അധികം ചിന്തിപ്പിക്കുന്ന ഉദാഹരണം വംശനാശം സംഭവിച്ച മഹാമൃഗങ്ങളുടെ ഫോസിലുകൾ തന്നെയാണ്. ഈ മഹാമൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും മറ്റും ദ്രുംഡ, സൈബീരിയ, ഏഷ്യ ഭൂഖണ്ഡത്തിലുടനീളവും അലാസ്കയുടെയും കാനഡയുടെയും വടക്കുള്ള അനേകം സ്ഥലങ്ങളിലും കട്ടിയായി ഊറൽ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ചതുപ്പ് നിലങ്ങളിലോ താഴ്വരകളിലോ താണുപോയതായിട്ടല്ല അവയെ കണ്ടിരിക്കുന്നത്. പിന്നെയോ ഉയർന്ന സ്ഥലങ്ങളിൽ കൂട്ടമായി, അതായത് നൂറുകണക്കിനും ആയിരക്കണക്കിനുമായിട്ടാണ് അവയെ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മഹാമൃഗങ്ങളെ പരിശോധിച്ചപ്പോൾ അവ വെള്ളം കുടിച്ച് ചത്തതായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അവ ചതുപ്പ് നിലത്തിൽ താണുപോയപ്പോൾ ചത്തതായിരുന്നുവെങ്കിൽ വിശന്നു ചത്തതാകുമായിരുന്നുവല്ലോ. വളരെ വടക്കോട്ട് പോകുകയാണെങ്കിൽ ഉത്തര ധ്രുവരേഖയോടടുത്തുള്ള പല ദ്വീപുകളിലും മണ്ണ് കുഴിച്ച് ചെന്നപ്പോൾ കാണുവാൻ സാധിച്ചത് വംശനാശം സംഭവിച്ച പല മൃഗങ്ങളുടെയും ഗുഹക്കരടികളുടെയും കസ്തൂരിക്കാളകളുടെയും മറ്റും അസ്ഥികൾ കൂടിക്കലർന്ന് കിടക്കുന്നതാണ്. അതോടൊപ്പം തന്നെ മരങ്ങളും വേരുകളുമൊക്കെ കാണുവാനുണ്ടായിരുന്നു. ഇന്ന് ആ പ്രദേശങ്ങളിലെങ്ങും ഒരു മരവുമില്ല. അതിനോട് ഏറ്റവും അടുത്തുള്ളത് ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറത്തുള്ള വൃക്ഷങ്ങളാണ്. വർഷത്തിൽ ഏതാണ്ട് 3 മാസങ്ങൾ മാത്രം വളരുന്നതായ മുരടിച്ച കുറ്റിച്ചെടികൾ ഈ മഹാമൃഗങ്ങൾക്ക് തിന്നുവാൻ കഴിയുമായിരുന്നില്ല. അഥവാ അങ്ങനെ തിന്നാൽ തന്നെ 100 ചതുരശ്ര മൈലിനുള്ളിലുള്ള
ചെടികളെല്ലാം കൂടി തിന്നാലും ഈ പറഞ്ഞ ആന പോലെയുള്ള വലിയ മൃഗങ്ങളിൽ ഒന്നിനും ഒരു മാസം പോലും ജീവിക്കുവാനുള്ളതില്ലായിരുന്നു. ഇപ്പോൾ കണ്ടുപിടിച്ച മൃഗങ്ങളുടെ വയറ്റിൽ കണ്ട ഭക്ഷണം പൈനും അതുപോലുള്ള വൃക്ഷങ്ങളുടെ ശിഖരങ്ങളുമാണ്. ഊറൽ മണ്ണ് മൃദുലമായിരുന്ന അവസരത്തിൽ മൃഗങ്ങൾ ജീവനോടെ അതിനകത്ത് കുഴിച്ചിടപ്പെട്ടതുപോലെയാണ് കാണപ്പെട്ടത്. അവയും ഊറൽ മണ്ണും ഉടനെ വിറങ്ങലിച്ചു പോകുകയും പിന്നീട് ഒരിക്കലും മഞ്ഞ് മാറി ആ സ്ഥിതിയിലാകാതെയും ഇരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. അവ ചീഞ്ഞതിൻ്റെ ഒരു ലക്ഷണവുമില്ല. 1000 വർഷത്തിലുപരിയായി ഈ മഹാമൃഗങ്ങളുടെ കൊമ്പുകൾ ലണ്ടൻ തുറമുഖത്ത് വിൽക്കപ്പെടുന്നു. ഒരു കേടും സംഭവിക്കാത്തതായുള്ള അവയവങ്ങൾ ലഭിക്കുന്നുവെന്നുള്ളത് ആശ്ചര്യജനകമാണ്. ഡോക്ടർ ഷെല്ലിയുടെ കണ്ടുപിടുത്തങ്ങൾ എത്ര വലിയ ഒരു അറിവാണ് നമുക്ക് പകരുന്നത്, അല്ലേ? ഭൂമി മുഴുവൻ വെള്ളത്താൽ മൂടപ്പെട്ടിരുന്നില്ല എന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ ഇതാ ഇവിടെ നിങ്ങളെ മറിച്ച് വിശ്വസിക്കുവാൻ പ്രേരിപ്പിക്കുന്ന തെളിവുകളുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ നല്ല ഗവേഷണത്തിൽ നിന്നും വായിച്ചത്. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ ഇനി നമുക്ക് നോക്കാം. അങ്ങനെ നോഹയും അവൻ്റെ പുത്രന്മാരും ഭാര്യയും പുത്രന്മാരുടെ ഭാര്യമാരും പുറത്തിറങ്ങി. സകല മൃഗങ്ങളും ഇഴജാതികളൊക്കെയും എല്ലാ പറവകളും ഭൂചരങ്ങളൊക്കെയും ജാതി ജാതിയായി പെട്ടകത്തിൽ നിന്ന് ഇറങ്ങി. എന്തൊരു ആശ്വാസമായിരുന്നിരിക്കില്ലേ? എന്നാൽ അവർക്ക് ചുറ്റും അവർ കാണുന്നതെല്ലാം പുതുമകൾ മാത്രമാണ്. 1 വർഷത്തിലധികം ഒരു പെട്ടകത്തിനുള്ളിൽ അടയ്ക്കപ്പെട്ടിരുന്ന മനുഷ്യരും ജീവികളും ഇന്നിപ്പോൾ ശാപത്തിൻ്റെ പാടുകൾ പേറുന്ന ഒരു ഭൂമിയിലേക്ക് കാലുകുത്തിയിരിക്കുന്നു. ഇനി ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്യുവാൻ പോകുന്നതാണ് നാം പഠിക്കുന്നത്. ഇവിടെ ദൈവം നോഹയുമായി ചെയ്യുന്ന ഉടമ്പടി വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടി വാസ്തവത്തിൽ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യകുലവുമായിട്ടാണ് ചെയ്യുന്നതെന്ന് ഓർക്കണം. 20-ാം വാക്യത്തിൽ നാം വായിക്കുന്ന 8-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യം, നോഹ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലത് എടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം അർപ്പിച്ചു. ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് 7 എണ്ണത്തെയും ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് 2 എണ്ണത്തെയും നോഹ പെട്ടകത്തിൽ കയറ്റി രക്ഷിച്ചത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? ശുദ്ധിയുള്ള മൃഗങ്ങളെ ഇപ്പോൾ അവൻ യാഗം കഴിക്കുകയാണ്. പെട്ടകത്തിൽ നിന്ന് വെളിയിലേക്ക് വന്നപ്പോൾ നോഹ ചെയ്ത ആദ്യത്തെ കാര്യം യഹോവയ്ക്കൊരു യാഗപീഠം പണിയുകയും അതിന്മേൽ യഹോവയ്ക്ക് ദഹനയാഗം അർപ്പിക്കുകയുമായിരുന്നു. ആ ദഹനയാഗം ക്രിസ്തുവിനെ കുറിക്കുന്നതായിരുന്നു. ദൈവം തങ്ങളെ അംഗീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുമാണ് ആ യാഗം അവർ അർപ്പിച്ചത്. ഈ പ്രത്യേക സമയത്ത് യഹോവയ്ക്ക് നോഹയോട് പ്രസാദം തോന്നുവാനുണ്ടായ ഒരു കാരണം ഇതാണ് എന്നതിന് സംശയമില്ല. 21-ാം വാക്യത്തിൽ യഹോവ സൗരഭ്യവാസന മണത്തപ്പോൾ യഹോവ തൻ്റെ ഹൃദയത്തിൽ അരുളി ചെയ്തത്, ഞാൻ മനുഷ്യൻ്റെ നിമിത്തം ഇനി ഭൂമിയെ ശപിക്കയില്ല. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. ഞാൻ ചെയ്തതുപോലെ സകല ജീവികളെയും ഇനി നശിപ്പിക്കയില്ല. ഈ വാക്കുകൾ പൂർണ്ണമായി ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പിക്കാവുന്നതാണ്. നിങ്ങളുടെ ബാല്യകാലം എങ്ങനെയുള്ളതായിരുന്നു? നിങ്ങളുടെ മനോനിരൂപണം ദുഷ്ടത നിറഞ്ഞതോ അതോ നല്ലതോ? നമ്മുടെ ഇന്നത്തെ സമൂഹത്തിലും വളർന്നു വരുന്ന യുവതലമുറയുടെ ഇടയിലുമൊക്കെ എന്തുമാത്രം മറുതലിപ്പാണ് നാം കാണുന്നത്. മറുതലിക്കുന്നതിനെക്കുറിച്ച് ഒരു കുട്ടിയെ പഠിപ്പിക്കേണ്ട യാതൊരു കാര്യവുമില്ല. മനുഷ്യർ ജന്മനാ പാപികളായതുകൊണ്ട് സ്വാഭാവികമായും പാപത്തിൻ്റെ ദിശയിലേക്ക് മനുഷ്യൻ തിരിയുന്നു. മനുഷ്യൻ്റെ മനോനിരൂപണം ബാല്യം മുതൽ ദോഷമുള്ളതാകുന്നു. അത് ഒട്ടും മെച്ചപ്പെടുന്നില്ല. സുഹൃത്തെ, പരസ്പരം സ്വാതന്ത്ര്യത്തോടെ സംസാരിക്കുന്ന സാഹചര്യത്തിൽ സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന വിഷയങ്ങൾ എത്ര ലജ്ജാകരമാണ്. വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിന്ത എപ്രകാരമുള്ളതാണ് എന്ന് നമ്മൾ പരിശോധിക്കണം. അതെ, മനുഷ്യൻ ജനിച്ചു വീഴുമ്പോൾ മുതൽ പാപിയാണ്. അത് കേൾക്കാൻ നമുക്കിഷ്ടമില്ല, പക്ഷേ യാഥാർത്ഥ്യം അതാണ്. നാം അതിനെ അഭിമുഖീകരിച്ചേ മതിയാകൂ. ഇനി 22-ാം വാക്യം നോക്കിക്കാട്ടെ.
ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും, ശീതവും ഉഷ്ണവും, വേനലും വർഷവും, രാവും പകലും നിന്നു പോകുകയുമില്ല. ഭൂമിയെ മൊത്തം ചരിച്ചു കളയത്തക്കവണ്ണം ജലപ്രളയം വ്യാപകമായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. ഭൂമി അതിൻ്റെ അച്ചുതണ്ടിന്മേൽ നേരെയല്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നാം കേന്ദ്രത്തിൽ നിന്നും വിട്ടു നിൽക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഓഫ് സെൻറ്റേഡാണ്. യഥാർത്ഥ കേന്ദ്രസ്ഥാനത്ത് നിന്നും വ്യത്യസ്തമായ ഒരിടത്ത് നിന്നാണ് ഭൂമി ഇന്ന് കറങ്ങുന്നത്. വന്ന വഴിക്ക് എന്തോ എപ്പോഴോ സംഭവിച്ചു എന്ന് തോന്നും വണ്ണം, ഇല്ലേ? അനേകരും വിശ്വസിക്കുന്നത് ജലപ്രളയമാണ് അതിന് കാരണം എന്നത്രേ. എന്നാൽ ഭൂമി അങ്ങനെ കറങ്ങുന്നതിനാലാണ് ഭൂമിയിൽ ഋതുക്കൾ തക്ക സമയത്ത് സംഭവിക്കുന്നത്. ജലപ്രളയത്തിന് മുമ്പ് മനുഷ്യർ പഠിച്ച 3 കാര്യങ്ങൾ. 1, ദൈവത്തെ എതിർക്കുവാൻ മനുഷ്യൻ പഠിച്ചു. അത് അവരുടെ പ്രവൃത്തിയിലൂടെയും പെരുമാറ്റത്തിലൂടെയും പുറത്തു വന്നു. 2, ദൈവത്തിൽ നിന്നുള്ള വെളിപ്പാടിനെ മനുഷ്യൻ തള്ളിക്കളഞ്ഞു. നോഹയുടെ സാക്ഷ്യം അവർ കൈക്കൊണ്ടില്ല. 3, അനുതാപവും ഏറ്റുപറച്ചിലും നിഷേധിച്ചു. ദൈവത്തിന് ഒന്നും തന്നെ തിരികെ നൽകാത്ത മനോഭാവം സൂക്ഷിച്ചു. ദൈവം വാഗ്ദാനം ചെയ്ത രക്ഷാസങ്കേതം മനുഷ്യൻ തള്ളിക്കളഞ്ഞു. 120 വർഷം നോഹ പ്രസംഗിച്ചിട്ട് ഒറ്റ വ്യക്തി പോലും മനം തിരിഞ്ഞു വന്നില്ല. അവർ ദൈവിക വെളിപ്പാടിനെ തള്ളിക്കളഞ്ഞു. മാത്രമല്ല, അവരിൽ ആരും മാനസാന്തരപ്പെട്ടില്ല. ഇപ്പോഴിതാ നോഹ പെട്ടകത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ വളരെ അതുല്യമായൊരു സ്ഥാനത്ത് നിൽക്കുന്നു. മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പിതാവെന്ന സ്ഥാനത്ത് ആദാമിനെപ്പോലെ നോഹ ഇപ്പോൾ എത്തിയിരിക്കുന്നു. സാധാരണ ആളുകൾ പറയും നാം എല്ലാം ആദാമിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന്. സത്യമാണ്. എന്നാൽ കുറെ കൂടി അടുത്ത ബന്ധം നോഹയോടല്ലേ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്ന് നമ്മുടെ എല്ലാം പിതാവ് നോഹയത്രേ. ദൈവത്തിൽ വിശ്വസിച്ച നോഹ, ദൈവത്തോട് കൂടെ നടന്ന നോഹ. ദൈവം നോഹയെ അവൻ്റെ തലമുറയിൽ നീതിമാനായി കണ്ടു. നാം ഓരോരുത്തരും അങ്ങനെയാകുവാനുള്ളൊരു നല്ല ഉദാഹരണമല്ലേ നോഹ നമുക്ക് മുൻപിൽ വരച്ചു കാട്ടുന്നത്? 9-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ നാം ഒരു പുതിയ ആരംഭമാണ് കാണുന്നത്. എത്രമാത്രം വിപ്ലവകരമായ ഒരു ആരംഭമാണ് ഇതെന്ന് നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്. കാരണം ഇവിടെ ഒരു പുതിയ യുഗം തുടങ്ങുകയാണ്. മനുഷ്യ മനസാക്ഷിയുടെ യുഗം കഴിഞ്ഞു. ദൈവം മനുഷ്യനെ മനുഷ്യ ഭരണക്രമത്തിന് കീഴിലാക്കുന്നു. മനുഷ്യൻ അവനെ തന്നെ ഭരിക്കേണ്ടിയിരിക്കുന്നു. ദൈവം നോഹയുമായി ഉണ്ടാക്കുന്ന ഉടമ്പടിയിൽ ഇതിൻ്റെ ചെറിയൊരു സൂചന കാണുവാൻ സാധിക്കും. ദൈവം നോഹയുമായി ഉടമ്പടി ചെയ്തപ്പോൾ അവൻ നിങ്ങളും ഞാനുമായിട്ടാണ് ആ ഉടമ്പടി ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം. കാരണം അവൻ മൊത്തം മനുഷ്യവർഗവുമായിട്ടാണ് അങ്ങനെ ഒരു ഉടമ്പടി നടത്തിയത്. നോഹ അതിൻ്റെ പ്രതിനിധി മാത്രമാണ്. 9-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവം നോഹയെയും അവൻ്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവീൻ. ഈ നിറവീൻ എന്ന് തർജ്ജിമ ചെയ്തിരിക്കുന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദത്തിൻ്റെ അർത്ഥം കുറവ് നികത്തുക, പൂർണ്ണമാക്കുക, വീണ്ടും നിറയ്ക്കുക എന്നൊക്കെയാണ്. നിറവീൻ എന്ന വാക്ക് ഇവിടെ വളരെ അർത്ഥവത്താണ്. കാരണം ജലപ്രളയത്തിന് മുൻപ് അവിടെ ഒരു നാഗരികത നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ ജലപ്രളയത്തിന് ശേഷവും അവിടെ ഒരു നാഗരികത ഉയർന്നു വരേണ്ടതാണ്. ഭൂമി മുഴുവൻ വീണ്ടും നിറയ്ക്കുവാൻ ദൈവം ആദാമിനോട് അരുളി ചെയ്തപ്പോൾ ആദാമിന് മുമ്പും ഭൂമിയിൽ ജീവികൾ ഉണ്ടായിരുന്നുവെന്ന് നാം അനുമാനിച്ചു. അവയെ എന്ത് വിളിക്കണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയായ ജീവികൾ എന്നല്ലാതെ അവയെക്കുറിച്ച് ഒന്നും പറയുവാൻ എനിക്ക് അറിയില്ല. നോഹയോട് ദൈവം അരുളി ചെയ്യുന്ന ആദ്യത്തെ കാര്യം തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേൻ. മനുഷ്യവർഗത്തിൻ്റെ പെരുകൽ അഥവാ വർധനവ് അക്കാലത്ത് ആവശ്യമായിരുന്നു. കാരണം അന്ന് ഭൂമിയിൽ കേവലം 8 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ സ്ഥിതി ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ. ഇന്ന് ജനസംഖ്യ അനിയന്ത്രിതവും അപകടവുമായ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രളയശേഷമുള്ള നോഹയുടെയും കുടുംബത്തിൻ്റെയും അവസ്ഥ നിങ്ങളുടെ ഭാവനയിലൊന്ന് ചിന്തിക്കുക. എന്നും നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ വഴിയിലെല്ലാം എന്തൊരു തിരക്കാണല്ലേ? ബസ്സിലും റോഡിലും പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്ത തിരക്ക്.
ട്രെയിനിൽ കയറാൻ പോലും സാധിക്കാത്ത തിരക്ക്. സ്വയം വണ്ടി ഓടിച്ചു പോകാമെന്ന് ചിന്തിച്ചാൽ എത്ര മണിക്കൂറാണ് വഴിയിൽ തിരക്ക് കാരണം കിടക്കേണ്ടി വരുന്നത്. ഇനി നോഹയുടെ അവസ്ഥ നമ്മുടെ സാഹചര്യവുമായി ബന്ധിപ്പിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുവാൻ വഴിയിലിറങ്ങും, ആരെയും കാണുന്നില്ല. ചുറ്റും നോക്കിയിട്ട് നിങ്ങൾ മാത്രം. വഴിയുടെ വലത്തുകൂടിയോ എവിടെ കൂടി വേണമെങ്കിലും നിങ്ങൾക്ക് വണ്ടി ഓടിച്ചു പോകാം. വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലല്ലേ നിയമമുള്ളൂ. അസാധാരണമായ അനുഭവം തന്നെയായിരിക്കും അത്. നോഹയ്ക്കുണ്ടായ അനുഭവം അതുതന്നെയായിരുന്നു. എല്ലാം നശിച്ചുപോയ ഒരു ഭൂമി. 2-ാം വാക്യത്തിൽ കാണുന്നത് അതത്രേ. ഞാൻ 2-ാം വാക്യം വായിക്കാം. നിങ്ങളെയുള്ള പേടിയും നടുക്കവും ഭൂമിയിലെ സകല മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും സകല ഭൂചരങ്ങൾക്കും സമുദ്രത്തിലെ സകല മത്സ്യങ്ങൾക്കും ഉണ്ടാകും. അവയെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ദൈവം നോഹയോട് ചെയ്ത ഉടമ്പടിയിലെ മറ്റൊരു സുപ്രധാന ഭാഗം മനുഷ്യൻ്റെ സംരക്ഷണവും ജന്തുലോകത്തിന്മേലുള്ള അധികാരവുമാണ്. ഞാൻ വിശ്വസിക്കുന്നത് പ്രളയത്തിനു മുമ്പ് മനുഷ്യൻ മാംസഭുക്കായിരുന്നില്ല എന്നത്രേ. എല്ലാ മൃഗങ്ങളും മെരുങ്ങിയവയായിരുന്നെന്ന് മാത്രമല്ല, വളർത്തുമൃഗത്തെ ഒന്നിനെയും തിന്നുവാനുള്ള പ്രവണത ആരിലും ഉണ്ടായിരുന്നുമില്ല. വെള്ളം പൊങ്ങി വന്ന സമയം മൃഗങ്ങൾ നോഹയുടെ അടുക്കൽ പെട്ടകത്തിലേക്ക് വന്നതോർക്കുക. അവയ്ക്ക് അവനെ ഒട്ടും ഭയമില്ലായിരുന്നുവെന്നാണ് അത് കാണിക്കുന്നത്. ഇപ്പോഴാകട്ടെ മൃഗങ്ങൾ മനുഷ്യനെ ഭയക്കുകയും അവനിൽ നിന്ന് ഓടിപ്പോവുകയും ചെയ്യുന്നു. എന്തായിരുന്നാലും ജന്തുലോകത്തിൻ്റെ ഉത്തരവാദിത്വം മനുഷ്യനാണ്. എന്നാൽ ഇപ്പോൾ മനുഷ്യൻ ജന്തുലോകത്തോട് ക്രൂരമായി ഇടപെടുന്നു എന്ന കാര്യം മറക്കരുത്. പല മൃഗങ്ങൾക്കും വംശനാശം വരുത്തുവാൻ മനുഷ്യൻ തന്നെ ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും വന്യമൃഗങ്ങളും മനുഷ്യനൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ്. ഇത് വന്യമൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷം വളരെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 3-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഭൂചര ജന്തുക്കളൊക്കെയും നിങ്ങൾക്ക് ആഹാരമായിരിക്കട്ടെ, പച്ച സസ്യം പോലെ ഞാൻ സകലവും നിങ്ങൾക്ക് തന്നിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ മനുഷ്യന് ഭക്ഷണത്തിനായി ദൈവം പുതിയൊരു കാര്യവും കൂടി നൽകുന്നു. ജലപ്രളയത്തിന് മുമ്പ് ദൈവം മനുഷ്യന് പച്ചപ്പട്ട് വിരിച്ച ഈ മനോഹരമായ ഭൂമി നൽകി, ഭക്ഷണത്തിനായി സസ്യങ്ങൾ നൽകി. ഇപ്പോൾ അവൻ നോഹയോട് പറയുന്നത് അവന് മൃഗങ്ങളെ ഭക്ഷിക്കാമെന്നാണ്. ആഹാരക്രമത്തിൽ ആശയഭ്രാന്ത് പൂണ്ട് നടക്കുന്ന അനേകരുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള ഭ്രാന്ത് ഒരു വ്യക്തിയുടെ മതഭ്രാന്ത് പോലെയായി മാറാറുണ്ട്. ജീവജാലങ്ങളെ കൊല്ലുന്നത് മഹാപാപം എന്ന് പഠിപ്പിക്കുന്ന ഒരു മതത്തിൻ്റെ ആളുകൾ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഒരിക്കൽ ചെന്നപ്പോൾ അവരെല്ലാം മാംസം കഴിക്കുന്നവരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതെന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി ഇതാണ്: ഒരു ജീവിയെയും കൊല്ലരുത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതാണ് സത്യവും. ഞങ്ങളൊന്നിനെയും കൊല്ലുന്നില്ല. മറ്റാരോ കൊന്നതിൻ്റെ മാംസം ഞങ്ങൾ വാങ്ങി ഭക്ഷിക്കുന്നതേയുള്ളൂ. അപ്പോൾ അത് പാപമല്ല പോലും. എന്തൊരു വിരോധാഭാസമില്ലേ? സസ്യബുക്കുകൾ മാത്രമേ സ്വർഗത്തിൽ പോകൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു വിഭാഗത്തിലെ ഒരു വ്യക്തിയുമായി ഞാൻ സംസാരിക്കുകയായിരുന്നു. ആദി മനുഷ്യർ മാംസബുക്കുകൾ അല്ലായിരുന്നു എന്ന് ഞാൻ അയാളോട് പറഞ്ഞപ്പോൾ അയാൾ കൂടുതൽ കേൾക്കുവാൻ വലിയ താല്പര്യം കാണിച്ചു. താൻ വിശ്വസിക്കുന്നത് ശരിയാകുന്നു എന്ന് സ്ഥാപിക്കുവാൻ കിട്ടിയ അവസരം അയാൾ പരമാവധി പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഇപ്രകാരം പറഞ്ഞു: എന്നാൽ ദൈവം നോഹയുടെ കാലത്ത് ജലപ്രളയത്താൽ ശിക്ഷിച്ചത് മുഴുവനും സസ്യബുക്കുകളായ മനുഷ്യരെ ആയിരുന്നു. അന്നത്തെ മനുഷ്യരുടെ വഷളത്വം ഭൂമിക്ക് പോലും വഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. അതുകൊണ്ടാണ് ദൈവം അന്ന് ഭൂമിയെ ശിക്ഷിച്ചത്. ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് അയാളുടെ ഉത്സാഹം തണുത്തു. എന്നോട് തുടർന്ന് സംസാരിക്കുവാൻ ആ വ്യക്തിക്ക് യാതൊരു താല്പര്യവുമില്ലാതായി. ആഹാരക്രമത്തിൽ ആശയഭ്രാന്ത് ഒരു വ്യക്തിയുടെ മതമായി മാറുകയാണ് പതിവ്. ഏതായാലും നാം ഇവിടെ കാണുന്നത് മനുഷ്യൻ മാംസം ഭക്ഷിക്കുവാൻ ദൈവം അവനെ അനുവദിക്കുന്നതാണ്. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്: രക്തം ഭക്ഷിക്കുന്നതിനെ ദൈവം വിലക്കുന്നു. 4-ാം വാക്യത്തിൽ നാം കാണുന്നു, പ്രാണനായിരിക്കുന്ന രക്തത്തോടുകൂടെ മാത്രം നിങ്ങൾ മാംസം തിന്നരുത്. രക്തം വാർന്നു കളയണമെന്ന് പറയുന്നു. രക്തം ജീവനെ സൂചിപ്പിക്കുന്നു. മൃഗത്തെ കൊല്ലുമ്പോൾ രക്തം വാർന്നു കളയുന്നത് മൃഗം പെട്ടെന്ന് ചാകാനും അതിൻ്റെ പ്രാണവേദന വേഗം അവസാനിക്കാനും കാരണമാകും. ദൈവം പറയുന്നത്, നിങ്ങൾ മൃഗങ്ങളെ തിന്നുമ്പോൾ
മാംസത്തോടുകൂടി രക്തം കൂടി കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നത്രേ. അത് വാർന്നു കളയണം. മൃഗത്തെ ക്രൂരമായി കൊല്ലരുതെന്ന മുന്നറിയിപ്പും കൂടിയാണ് ഇവിടെ കിട്ടുന്നത്. 5-ാം വാക്യത്തിൽ നാം കാണുന്നത്, നിങ്ങളുടെ പ്രാണനായിരിക്കുന്ന നിങ്ങളുടെ രക്തത്തിന് ഞാൻ പകരം ചോദിക്കും. സകല മൃഗത്തോടും മനുഷ്യനോടും ചോദിക്കും. അവനവൻ്റെ സഹോദരനോടും ഞാൻ മനുഷ്യൻ്റെ പ്രാണന് പകരം ചോദിക്കും. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത വാക്യം കൂടി നോക്കാം. പുതിയ ഉടമ്പടിയിലെ 5-ാമത്തേതും അവസാനത്തേതുമായ പ്രസ്താവനയാണ് ഈ 6-ാം വാക്യത്തിൽ ഉള്ളത്. അത് ആശ്ചര്യജനകമാണ്. 6-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും. ദൈവത്തിൻ്റെ സ്വരൂപത്തിലല്ലോ മനുഷ്യനെ ഉണ്ടാക്കിയത്. മനുഷ്യൻ്റെ സംരക്ഷണത്തിനും ഭരണക്രമത്തിനുമുള്ള പ്രമാണം ദൈവം ഇവിടെ നൽകുന്നു. വധശിക്ഷ നൽകുവാനുള്ള അധികാരം ദൈവം ഭരണാധികാരികൾക്ക് നൽകുന്നു. ദൈവം നൽകിയ ഈ പുതിയ ഉടമ്പടിയിൽ നാം കണ്ടത് മനുഷ്യൻ തൻ്റെ വർഗത്തെ വർദ്ധിപ്പിക്കണം, മൃഗങ്ങളെ സംരക്ഷിക്കണം, ഭരിക്കണമെന്നൊക്കെയാണ്. ഭക്ഷണത്തിനൊരു പുതിയ ക്രമം നൽകിയപ്പോൾ രക്തം ഭക്ഷിക്കുന്നതിനെ ദൈവം വിലക്കി. അതുപോലെ ഭക്ഷണക്രമത്തിൻ്റെ പ്രമാണവും ദൈവം മനുഷ്യന് നൽകി. വധശിക്ഷ നൽകുന്നതിൻ്റെ അടിസ്ഥാനം മുകളിൽ പറഞ്ഞ പ്രമാണമാണ്. നാം ജീവിക്കുന്ന ഈ തലമുറയുടെ മനോഭാവം ദൈവവചനമായിരിക്കുന്ന ബൈബിളിൽ നിന്നും എത്രമാത്രം അകന്നിരിക്കുന്നു എന്ന് അല്പം ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പൂർണ്ണമായി വചനം അടിസ്ഥാനമാക്കിയ ഒരു കൂട്ടം നമുക്കിന്നില്ല. അതാണ് വാസ്തവം. നമ്മുടെ സമൂഹം ദൈവവചനത്തെക്കുറിച്ച് പൂർണ്ണമായും അജ്ഞതയിലാണ്. ദൈവവചനം പഠിക്കുവാനോ പഠിപ്പിക്കുവാനോ ആർക്കും താല്പര്യമില്ല എന്നതാണ് ഇന്നത്തെ വാസ്തവമില്ലേ? ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ട ഒരു ഭരണക്രമമാണ് നമുക്കിന്ന് ആവശ്യം. അതുമാത്രമാണ് ശരിയായ നീതി നിർവഹിക്കുവാൻ സഹായിക്കുന്നത്. വധശിക്ഷ വേണോ വേണ്ടായോ എന്ന് വളരെയധികം വാദപ്രതിവാദം നടക്കുന്ന ഒരു കാലയളവിലാണല്ലോ നാം ഇന്ന് ജീവിക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ അയഞ്ഞ ഒരു സമീപനമാണ് പലയിടത്തും നാം കാണുന്നത്. അതുകൊണ്ട് കുറ്റകൃത്യങ്ങൾ പല മടങ്ങ് വർദ്ധിക്കുന്നു. എത്ര ഹീനമായ കുറ്റകൃത്യങ്ങളിലും ഏർപ്പെടുവാൻ മനുഷ്യന് മടിയില്ല. ചിലർ വെല്ലുവിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എടാ, നിന്നെ കൊന്നാൽ എനിക്കൊന്നും വരാനില്ല, എങ്ങനെയെങ്കിലും തലയൂരാൻ ആദ്യം തന്നെ സാധിച്ചില്ലെങ്കിൽ 7 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, അതിൽ പകുതിയോളം പരോളിൽ ഞാനങ്ങ് നടക്കുകയും ചെയ്യുമെന്ന്. എന്തൊരു അഹങ്കാരമില്ലേ? ഞാൻ വിശ്വസിക്കുന്നത് വധശിക്ഷ ദൈവവചനാടിസ്ഥാനത്തിലുള്ള ശിക്ഷാ സമ്പ്രദായം തന്നെയാണ്. അത് ദൈവത്തിൻ്റെ ക്രമമാണ്. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവൻ എടുത്താൽ ആ കൊലപാതകൻ്റെ ജീവൻ ഒടുക്കിക്കളയുവാൻ ഭരണകർത്താക്കൾക്ക് അധികാരമുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനുഷ്യജീവനെ സംരക്ഷിക്കുവാൻ ദൈവം ഏർപ്പെടുത്തിയ ഒരു മാർഗമാണ് ഈ പറയുന്ന മാനുഷിക ഭരണക്രമം. ഇന്ന് തെരുവിലാണെങ്കിലും വീടുകളിലാണെങ്കിലും മനുഷ്യൻ്റെ ജീവൻ അത്ര സുരക്ഷിതമല്ല എന്ന് നമുക്കറിയാം. മനുഷ്യനെ മൃഗീയമായി കൊല ചെയ്യുന്നതിൻ്റെ വിവരം പത്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണല്ലോ. എന്തിന്? സ്വന്തം മക്കളെ, മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ ഒക്കെ കൊല്ലാൻ പോലും ആളുകൾ മടിക്കുന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഹൃദയം വേദനിക്കാറില്ലേ? ദൈവവചനത്തിൽ നിന്നും മനുഷ്യൻ മാറിപ്പോയതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ആരെങ്കിലും മനുഷ്യൻ്റെ രക്തം ചൊരിയിച്ചാൽ അവൻ്റെ രക്തം മനുഷ്യൻ ചൊരിയിക്കും എന്ന നിയമത്തിലേക്ക് ഭരണകർത്താക്കൾ വരേണ്ടിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ അയഞ്ഞ സമീപനം പാടില്ല. സ്വന്തം കാര്യം വരുമ്പോഴാണ് പലരും ഇത് കൂടുതൽ ഗൗരവമായി കാണുന്നത്. എന്നാൽ ദൈവം ഓരോ ഭരണക്രമവും നമുക്ക് നൽകിയിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് അനുസരിക്കുന്നത് നമുക്കും സമൂഹത്തിനും തലമുറകൾക്കും വലിയ അനുഗ്രഹമാകും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അതോടൊപ്പമുള്ള ദൈവിക വ്യവസ്ഥകളുമാണ് ദൈവരാജ്യത്തെ മനോഹരമാക്കുന്നത്. ദൈവവചനത്തിൽ അടിസ്ഥാനമിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥയ്ക്ക് മാത്രമേ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെ അനുഭവിക്കുവാൻ മനുഷ്യനെ സഹായിക്കുകയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥകൾ അസ്വാതന്ത്ര്യമല്ല, മറിച്ച് സ്വതന്ത്രരായവരുടെ ജീവിതശൈലിയാണ്.